സ്വാഗതം ടോപ് 10ലേക്ക്. വടക്കൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു. 3 മുന്നണികൾക്കും പ്രതീക്ഷകൾ. വാനോളമുള്ള 7 ജില്ലകളാണ്. ഈ ആദ്യഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിൽ ഒരു ചെറിയ കുറവുണ്ട്. അതിൽ ഒരു അല്പമൊരാശങ്ക തെക്കൻ ജില്ലകളിൽ മുന്നണികൾക്ക് മേൽ ഉണ്ടെങ്കിൽ കൂടിയും നാളത്തെ ഒരു ജനവിധിയിൽ അത് മറികടക്കാമെന്ന പ്രതീക്ഷയും മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കുമൊക്കെയുണ്ട്. ഒപ്പം SIRൽ ഭരണപ്രതിപക്ഷത്തിനിടയിൽ പൊരിഞ്ഞ വാക്പോരാണ് ഇന്ന് ലോക്സഭയിൽ നടന്നത്. VC നിയമന തർക്കത്തിൽ ഇനിയും മഞ്ഞുരുകിയിട്ടുമില്ല. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ. തദ്ദേശപ്പോരിൽ നാളെ അവസാന ഘട്ടം. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് 70.91% ഒതുങ്ങിയതോടെ രണ്ടാം ഘട്ടത്തിൽ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ മുന്നണികൾ. വോട്ടെണ്ണൽ ശനിയാഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഉപാധികളോടെ മുൻകൂർ ജാമ്യം. ബലാത്സംഗത്തിന് പ്രഥമ ദൃഷ്ട്യാ കേസില്ല. പരാതി നൽകിയതിലെ കാലതാമസവും FIRലെയും മൊഴിയിലെയും വൈരുദ്ധ്യവും ചൂണ്ടിക്കാട്ടി കോടതി. മുൻകൂർ ജാമ്യത്തിനെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ. രാഹുൽ നാളെ പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയേക്കും. Let us have a debate on my press conference. Yes. Let us go. Yes. Let us have very good idea. SIR ചർച്ചയിൽ ലോക്സഭയിൽ വൻ ബഹളം. വാക്പോരുമായി നേതാക്കൾ. വോട്ട് മോഷണം നടത്തി ജയിച്ചത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമെന്ന് അമിത്ഷാ. വോട്ട് ചോരി ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. വോട്ട് ചോരി ആദ്യം നടത്തിയത് കോൺഗ്രസ് എന്ന് തിരിച്ചടിച്ച് അമിത്ഷാ. അനുനയത്തിലെത്താതെ VC നിയമന തർക്കം. മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും ഗവർണറെ കണ്ടത്. സുപ്രീം കോടതി നാളെ വിഷയം പരിഗണിക്കാനിരിക്കെ താൻ നിശ്ചയിച്ചവർ യോഗ്യരെന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. നിയമനം മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ നിന്നാകണമെന്ന് മന്ത്രിമാർ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് എത്താത്തതെന്തെന്ന് ഗവർണർ. നടിയെ ആക്രമിച്ച കേസിൽ വിധി വരും മുൻപ് വിധിപ്പകർപ്പ് ചോർന്നുവെന്ന് ഓമക്കത്ത്. ചീഫ് ജസ്റ്റിസിന് ഓമക്കത്ത് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് കൈമാറിയതിൽ അസോസിയേഷനിൽ ഭിന്നിപ്പ്. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നടപടിയെന്നൊരു വിഭാഗം. നടിക്ക് ഐക്യദാർഢ്യവുമായി തിരുവനന്തപുരത്തും കോഴിക്കോടും തെരുവിൽ കൂട്ടായ്മ. കുറ്റക്കാർക്കുള്ള ശിക്ഷാവിധിയിൽ വാദം മറ്റന്നാൾ. ഇൻഡിഗോ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി. പ്രതിസന്ധി രൂക്ഷമാകും വരെ ഇടപെടൽ വൈകിയതെന്തെന്നും ടിക്കറ്റിന് 40,000 രൂപ വരെ ഈടാക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടായെന്നും ചോദ്യം. യാത്രക്കാർക്ക് നഷ്ടപരിഹാരം എത്രയും വേഗം ഉറപ്പാക്കണമെന്ന് കോടതി. ഇന്ന് റദ്ദാക്കിയത് 220 സർവീസുകൾ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ രേഖകൾ EDക്ക് കൈമാറുന്നത് വൈകിപ്പിച്ച് സംസ്ഥാന സർക്കാർ. എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ SITക്ക് സാവകാശം വേണമെന്ന് പ്രോസിക്യൂഷൻ. അപേക്ഷ 17-ന് വിജിലൻസ് കോടതി വീണ്ടും പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നത് മാറ്റി. ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. ലൂസേഴ്സ് ഫൈനലിൽ 4-2 അർജന്റീനയെ തോൽപ്പിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം T20 നാളെ ചണ്ഡീഗഡിൽ. വിജയം തുടരാൻ ഇന്ത്യ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ മണിപ്പൂരിൽ. ഇംഫാലിലെത്തുക 2 ദിവസത്തെ സന്ദർശനത്തിന്. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലായതിനു ശേഷം ദ്രൗപദി മുർമു എത്തുന്നത് ഇതാദ്യം. സ്റ്റോറി ഓഫ് ദ ഡേ. പ്രകൃതിയെ അറിഞ്ഞ് അയ്യനരികിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വിധിയെഴുത്തിന് തയ്യാറായി. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 വടക്കൻ ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലെത്തും. പോളിംഗ് സാമഗ്രികളുടെ വിതരണമെല്ലാം പൂർത്തിയായി. 7 ജില്ലകളിലായി 1.53 കോടി വോട്ടർമാരാണ് വിധി എഴുതുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വൻ സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലാണ് വോട്ടെടുപ്പ് നടക്കുക.
കാസർഗോഡ് ജില്ലയിൽ 11,12,190 വോട്ടർമാരാണുള്ളത്. 3 നഗരസഭകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 38 ഗ്രാമപഞ്ചായത്തുകളിലേക്കുമായാണ് വോട്ടെടുപ്പ്. ആകെ സ്ഥാനാർത്ഥികൾ 2,885. കണ്ണൂരിൽ 27,36,817 വോട്ടർമാരുണ്ട്. 71 ഗ്രാമപഞ്ചായത്തുകളിലും 8 നഗരസഭകളിലും 1 കോർപ്പറേഷനിലും 11 ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്തിലേക്കുമായി 7,208 സ്ഥാനാർത്ഥികളുണ്ട്. സംസ്ഥാനത്തെ 2,513 പ്രശ്നബാധിത ബൂത്തുകളിൽ പകുതിയോളം കണ്ണൂരിലാണ്. 26,82,682 വോട്ടർമാരുണ്ട് കോഴിക്കോട്. 7 നഗരസഭകളിലും കോർപ്പറേഷനിലും 70 ഗ്രാമപഞ്ചായത്തുകളിലും 6 ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമായി 6,328 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. 6,47,378 വോട്ടർമാരെയുള്ളൂ വയനാട് ജില്ലയിൽ. 3 നഗരസഭകളിലും 28 ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലേക്കും 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമായി 3,164 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. മലപ്പുറത്ത് 36,18,851 ലക്ഷം വോട്ടർമാരുണ്ട്. 8,381 സ്ഥാനാർത്ഥികളും. പാലക്കാട് ജില്ലയിൽ 24,33,390 വോട്ടർമാരുണ്ട്. 88 ഗ്രാമപഞ്ചായത്തുകളിലും 13 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 7 നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലുമായി 6,726 സ്ഥാനാർത്ഥികളുണ്ട്. തൃശൂരിൽ 27,36,817 വോട്ടർമാരും 7,208 സ്ഥാനാർത്ഥികളുമാണുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോഴിക്കോട് മുന്നണികൾ. ആര് ശ്രമിച്ചാലും കോഴിക്കോട് ഇടതുപക്ഷത്തിനുള്ള സ്വാധീനം കുറയില്ലെന്ന വാദത്തിൽ LDFും ചുവപ്പുകോട്ട തകർന്നടിയുമെന്ന വിശ്വാസത്തിൽ UDFും ഉറച്ചു നിൽക്കുന്നു. കോഴിക്കോട് LDFും UDFും അപ്രസക്തമാകുമെന്നാണ് BJP പറയുന്നത്. കോഴിക്കോട്ടെ ചുവപ്പ് കോട്ട തകർക്കുക എന്നതാണ് UDFിന്റെയും BJPയുടെയും ലക്ഷ്യം. എന്നാൽ കഴിഞ്ഞ നാളുകളിലെ കോഴിക്കോട്ടെ ചരിത്രം എടുത്തു നോക്കിയാൽ അതത്ര എളുപ്പമല്ല. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ കൈകളിലാണ് കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഭരണം. എന്നാൽ ഇത്തവണ ചരിത്രം മാറ്റി എഴുതപ്പെടുമെന്ന വിശ്വാസത്തിലാണ് UDFും BJPയും. അതിനായി ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തി കാടിളക്കിയുള്ള പ്രചരണമാണ് ഇരു മുന്നണികളും നടത്തിയത്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും കോഴിക്കോട്ടെ വികസന മുരടിപ്പും UDFിനും LDFിനുമുള്ള SDPIയുടെ പിന്തുണയും BJP പ്രചരണായുധമാക്കിയപ്പോൾ ഭരണവിരുദ്ധ വികാരവും അഴിമതിയും വികസന മുരടിപ്പും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമെല്ലാം എടുത്തു കാണിച്ചായിരുന്നു UDFിന്റെ പ്രചരണം. LDFിന്റെ പ്രചരണമാകട്ടെ പിണറായി സർക്കാരിന്റെ വികസനങ്ങളിൽ ഊന്നിയും. ഇവയ്ക്കൊക്കെ പുറമെ സ്വർണ്ണക്കൊള്ളയും രാഹുൽ വിഷയവുമെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ഇത്തവണ UDF ഭരണത്തിൽ വരുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിൽ UDF ഏറെ പ്രതീക്ഷയിലാണ്. ഇത്തവണ UDFിന്റെ മേയർ കോഴിക്കോട് സത്യപ്രതിജ്ഞ ചെയ്യും. ചരിത്രത്തിലാദ്യമായി UDF ജില്ലാ പഞ്ചായത്തിൽ ഭരണം നടത്തും. എന്നാൽ BJP കോർപ്പറേഷനിൽ ഒറ്റകക്ഷിയാകുമെന്നാണ് അവരുടെ വാദം. BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ കോൺഗ്രസും CPMും ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നും BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ആരോപിച്ചു. BJPയുടെ സിറ്റിംഗ് വാർഡുകളിൽ BJP പിടിച്ചെടുക്കുന്ന വാർഡുകളിൽ LDFും UDFും തമ്മിൽ ധാരണയായിരിക്കുന്നു. BJP വിജയം കൊണ്ടുവരുന്ന പാർട്ടിയാണ്, വികസനം കൊണ്ടുവരുന്ന പാർട്ടിയാണെന്നുള്ള പൊതുധാരണയുണ്ട്. അതുകൊണ്ട് 10 മടങ്ങ് ആവേശവും പ്രതീക്ഷയും വർദ്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെയും BJPയുടെയും ആത്മവിശ്വാസത്തിന് വോട്ടെണ്ണി തീരുന്നതുവരെ മാത്രമാണ് കാലാവധിയെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പരിഹസിച്ചു. ഫലപ്രഖ്യാപനം വരെ എന്തും ആർക്കും പറയാം. UDFിന് പറയത്തക്ക ഒരു പ്രതിപക്ഷമായിട്ട് പോലുമുള്ള അംഗത്വം ജില്ലാ പഞ്ചായത്തിൽ ലഭ്യമാകാൻ സാധ്യതയില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJPനെ കിട്ടുന്ന വോട്ട് സിന്ദാബാദ് വിളിക്കുന്ന പാർട്ടിയാണ്. അരയും തലയും മുറുക്കി കെട്ടി 3 മുന്നണികളും പോര് തുടരുകയാണ്. ആർക്കൊപ്പം ജനം നിൽക്കുമെന്ന് 13-ന് അറിയാം. അമൃത ന്യൂസ്, കോഴിക്കോട്. സൂര്യന് താഴെയുള്ള എല്ലാം ചർച്ചയാക്കിയ പ്രചരണായുധമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്നത്. വിനീഷ് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനീഷ്, അവസാനവട്ട പ്രചരണം വരെ പൂർത്തിയാക്കി. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമായിരുന്നു. അവസാനവട്ട വോട്ടും തങ്ങൾക്കെന്ന സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം ഉറപ്പാക്കിയ ഒരു ദിവസം നാളെ 7 മണിക്കായി കാത്തിരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലോ. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം അടക്കം കൂടുതലാണ്. 2000-ന് മേലാണ് പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണമടക്കം. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞല്ലോ അല്ലേ?
സ്വപ്ന, വടക്കൻ കേരളത്തിലെ 1,53,00,000 വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തെക്കൻ ജില്ലകളിലായിരുന്നു. അതിനുശേഷമുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളാണുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ. ഈ 7 ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, വോട്ടെടുപ്പിനുള്ള സാമഗ്രികളെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഭീഷണിയുള്ള, അതായത് പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. 2500 ചില്ലാനം പ്രശ്നബാധിത ബൂത്തുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 1100ഓളം ബൂത്തുകളും കണ്ണൂർ ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിൽ 5000ഓളം പോലീസ് സേനയെ ഇതിനകം വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വടകര, നാദാപുരം പ്രശ്നബാധിത മേഖലയാണ്. ഒഞ്ചിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇവിടെയും കൂടുതൽ സേനയെ നിയോഗിച്ചിട്ടുണ്ട്, പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർദ്ധസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളാണ് ഈ 7 ജില്ലകളിലായി നാളെ ജനവിധി തേടുന്നത്. നമുക്കറിയാം, അതിൻ്റെ പ്രചാരണത്തിൻ്റെ അന്തിമഘട്ടം, പ്രചാരണത്തിൻ്റെ പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ച് ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു. വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. നമുക്കറിയാം, ഈ മലബാറിലെ വടക്കൻ ജില്ലകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. എന്നാൽ വയനാട്, മലപ്പുറം അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് സ്വാധീനം കുറയുകയും അവിടെ UDFന് വലിയ മേൽക്കൈയുള്ളൊരു സ്ഥലമാണ്. പാലക്കാട് എത്തുമ്പോഴത്തേക്ക് ഇവിടെ LDFനും അതുപോലെ തന്നെ BJPക്കും UDFനും സ്വാധീനമുണ്ട്. കാരണം പാലക്കാട് നഗരസഭ BJP ആണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ എത്തുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലം ആണ്. പക്ഷേ അവിടെ വലതുമുന്നണിക്കും, അതായത് UDFനും വലിയ സ്വാധീനമുള്ളൊരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ട് തേടുന്നതെങ്കിൽ, LDF വോട്ട് തേടുന്നതെങ്കിൽ UDF ആകട്ടെ കഴിഞ്ഞ കാലത്തെ വിവാദങ്ങൾ, സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ്. BJPയും ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ വീഴ്ചകളും അതുപോലെ തന്നെ അഴിമതിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നറിയാൻ ഇനി നമുക്ക് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സ്വപ്ന. വിനീഷാണ് ഏറ്റവും പുതിയ ചിത്രവുമായി ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ കൂട്ടിയും കീഴ്ച്ചുമൊക്കെ മുന്നണികൾ തുടരുകയാണ്. 70.91% അതാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാടടച്ചുള്ള ഒരു പ്രചരണമായിരുന്നു, എല്ലാം ചർച്ചാ വിഷയമാക്കി. എങ്കിലും എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു? ഈ കൂട്ടിക്കീഴലുകൾ, ഒപ്പം ഈ അവകാശവാദങ്ങൾ, ഇതിനെല്ലാം അപ്പുറം പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒരു തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തീർച്ചയായും ഈ മുന്നണികൾക്കെല്ലാം ഉള്ളിൽ ഉണ്ട്. അത് ശക്തവുമാണ്. പ്രത്യേകിച്ചും 3 മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന ഒരു സാധ്യത നിലനിൽക്കെ. ശക്തമായ പ്രചാരണത്തിനൊടുവിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. ഭേദപ്പെട്ട പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് ഓരോ കക്ഷികളും. ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളം ജില്ലയിലും കുറവ് പത്തനംതിട്ടയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മുൻകാല മേധാവിത്വം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഈ മേധാവിത്വം മറികടക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകളിൽ എറണാകുളം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നിലവിൽ LDFനാണ് ആധിപത്യം. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDFും BJPയും. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവാണെങ്കിലും വലിയ വിജയപ്രതീക്ഷയാണ് എല്ലാ മുന്നണികളും വച്ചുപുലർത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിന് രാഹുകാലം മാറിവരുന്നു എന്ന് തോന്നിയ ഒരു വിധിയാണെന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. എല്ലാ തിങ്കളാഴ്ചയും കൃത്യമായി സ്റ്റേഷനിലെത്തി ഹാജർ വയ്ക്കണം. പക്ഷേ കൂടുതൽ വകുപ്പുകൾ ചേർത്തിട്ടും എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ വാദങ്ങൾ സെഷൻസ് കോടതി അംഗീകരിച്ചില്ല എന്നതായിരുന്നു പെട്ടെന്ന് ഉയർന്ന ഒരു ചോദ്യം എല്ലാ ഭാഗത്തുനിന്നും. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത്. FIRലും മൊഴിയിലുമുള്ള വൈരുദ്ധ്യവും ഈ പരാതി നൽകാൻ വൈകിയ കാരണവുമൊക്കെയാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. കോടതി ഉത്തരവിൻ്റെ പകർപ്പ് അമൃത വാർത്തകൾക്ക് ലഭിച്ചു. എന്തായാലും ഈ ഒളിവ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഒരുപക്ഷെ നാളെ പാലക്കാട് വോട്ട് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.
3 ദിവസമായി നടന്ന വിശദമായ വാദത്തിനൊടുവിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബംഗളൂരുവിൽ താമസക്കാരിയായ 23-കാരി നൽകിയ 2ാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിൽ ഹാജരായി ഒപ്പുവെക്കണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം. സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം രാഹുലിനെതിരായ പരാതിയിൽ സംശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. ഗൗരവകരമായ കുറ്റകൃത്യ ആരോപണമാണ് രാഹുലിനെതിരെയുള്ളത്. പരാതി ഉന്നയിക്കുന്നതിലും താമസം നേരിട്ടതിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. FIRലും മൊഴിയിലും വ്യത്യാസമുണ്ടെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. പോലീസിൽ പരാതി നൽകാതെ ആദ്യ പരാതി KPCC പ്രസിഡന്റിന് നൽകിയതിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. നിലവിൽ ആദ്യ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ആഴ്ചയായി ഒളിവിൽ തുടരുകയാണ്. ജാമ്യം ലഭിച്ചതോടെ രാഹുൽ നാളെ നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ പാലക്കാടെത്തി വോട്ട് ചെയ്തേക്കുമെന്നാണ് സൂചന. ആദ്യ ബലാത്സംഗ കേസിലെ ജാമ്യഹർജി 15-ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് 2ാം കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന്റെ കഴിവുകേടെന്നാണ് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പ്രതികരിച്ചത്. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. കേരള പോലീസ് പരാജയമെന്ന് ഇന്ന് അദ്ദേഹം അതിനോട് കൂട്ടിച്ചേർത്തു. തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞു, പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 2ാമത്തെ പരാതി യാഥാർത്ഥ്യമാണെങ്കിലും അല്ലെങ്കിലും പാർട്ടി ഒരു തീരുമാനമെടുത്തു. അതാണ് പാർട്ടിയുടെ നയമെന്നും മുരളീധരൻ ഇന്ന് പ്രതികരിച്ചു. രാഹുലിന് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷൻ്റെ കഴിവുകൾ, അതല്ലാതെ ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടി എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല. ജാമ്യം കിട്ടുന്നതനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. SIR ചർച്ചയിൽ ലോക്സഭയിൽ പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വോട്ട് മോഷണം നടത്തി വിജയിച്ചത് ഗാന്ധി കുടുംബമെന്നും പൗരത്വം ലഭിക്കും മുന്നേ സോണിയാഗാന്ധി വോട്ട് ചെയ്തുവെന്നും അമിത്ഷാ ഇന്ന് പറഞ്ഞു. അതേസമയം അമിത്ഷായ്ക്ക് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത് സഭയിൽ വലിയ ബഹളത്തിനാണ് വഴിവെച്ചത്. പാർലമെന്റിലെ ചർച്ച കൊണ്ട് വോട്ട് മോഷണം ഇല്ലാതാക്കാനാകില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. SIRുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. ചർച്ചയിൽ നിന്ന് NDA ഒളിച്ചോടില്ലെന്നും വോട്ട് കൊള്ള നടന്നിട്ടില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് വാർത്താ സമ്മേളനങ്ങളിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഇതോടെ രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്ക് മറുപടി നൽകി. തന്റെ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറുപടിയെങ്കിൽ അതിൽ മാത്രം നിന്ന് ചർച്ച നടത്താമെന്ന് രാഹുൽ വെല്ലുവിളിച്ചു. Actually, let us have a debate on my press conference. Yes. Let us go. Yes. Let us have very good idea. Let us have a debate on my press conference. Amit Shah ji, I challenge you to have a debate on the 3 press conferences. താൻ എന്തിനെപ്പറ്റി പറയണമെന്ന് തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി അല്ലെന്ന് അമിത്ഷാ തിരിച്ചടിച്ചു. സഭയിൽ എന്ത് സംസാരിക്കണമെന്ന് തനിക്കറിയാമെന്നും സഭാ നടപടിക്രമങ്ങൾ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവല്ലെന്നും മറുപടി നൽകി. मेरे भाषण का क्रम मैं तय करूंगा. मेरे भाषण का पहले क्या बोलना, बाद में क्या बोलना मैं तय करूंगा. और मैं मानता हूं कि हर एक वक्ता का ये अधिकार है. उनका भी है, मेरा भी है. कल वो बोल रहे तो हम ऐसा थोड़ी ना बोले आप झूठ क्यों बोल रहे हो. हम नहीं बोल सकते साहब. वो माननीय विपक्ष के नेता है, वो बोल सकते अपना भाषण. ആദ്യം രാജ്യത്ത് വോട്ട് മോഷണം നടത്തിയത് നെഹ്റുവാണെന്നും 2ാമത് നടത്തിയത് ഇന്ദിരയാണെന്നും അമിത്ഷാ പരിഹസിച്ചു. അതേസമയം പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നേതാക്കളെ അപമാനിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രമിച്ചതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. വോട്ട് മോഷണ ആരോപണം രാജ്യത്താകെ ഇനിയും ഉയർത്തുമെന്നും ക്രമക്കേട് നടത്തുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഞങ്ങൾ കൃത്യമായിട്ടും ഈ മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഞങ്ങളിപ്പം 14-ാം തീയതി ഡൽഹിയിൽ ഏറ്റവും മഹത്തരമായിട്ടൊരു വൻ റാലി നടത്താൻ പോവുകയാണ് രാംലീല മൈതാനിയിൽ. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ 5 കോടി വോട്ടർമാർ ഒപ്പിട്ട
നിവേദനം രാഷ്ട്രപതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പബ്ലിക് മീറ്റിംഗാണ് നടത്താൻ പോകുന്നത്. ഞങ്ങളിത് ജനങ്ങളിലേക്ക് കൊണ്ടുപോകും. ഈ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഏതായാലും SIR-ഉം വോട്ട് മോഷണ ആരോപണവുമെല്ലാം വീണ്ടും രാഷ്ട്രീയ വിഷയമായി ഉയരുമെന്നുറപ്പായി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സുപ്രീം കോടതി പറഞ്ഞിട്ടും അനുനയമാകാതെ സർവകലാശാല VC നിയമന തർക്കം തുടരുകയാണ്. മന്ത്രിമാരായ P. രാജീവും R. ബിന്ദുവും ലോക് ഭവനിലെത്തി 1 മണിക്കൂർ ചർച്ച നടത്തിയിട്ടും തർക്കത്തിൽ തീരുമാനമായില്ല. മുന്നോട്ട് വെച്ച പേരുകളിൽ, അതായത് ഡോക്ടർ സിസ തോമസും ഡോക്ടർ പ്രിയ ചന്ദ്രനും മതിയെന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറയുമ്പോൾ ഡോക്ടർ സജി ഗോപിനാഥും C. സതീഷ് കുമാറിനും മുൻഗണന എന്ന നിലപാട് അതിൽ മുഖ്യമന്ത്രിയും ഉറച്ചു നിൽക്കുകയാണ്. അതിനിടെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച നടത്തി അനുനയത്തിലെത്തണമെന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിർദ്ദേശിച്ച ഒരു സാഹചര്യം. അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി ലോക് ഭവനിൽ എത്തിയില്ല എന്നതായിരുന്നു ഗവർണറുടെ ചോദ്യം. ഇരു കൂട്ടരും ഇത്തരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകാനാണ് സാധ്യത. സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഉടൻ പരിഹാരം കാണാൻ സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് സർക്കാർ അനുനയ നീക്കം നടത്തിയത്. അതിന്റെ ഭാഗമായി നിയമമന്ത്രി P. രാജീവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദുവും ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ നിന്നാകണമെന്ന സർക്കാർ നിലപാട് മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. ചാൻസലർക്ക് വിയോജിപ്പുള്ള പേരൊഴിവാക്കി പട്ടികയിലെ മറ്റ് പേരുകൾ പരിഗണിക്കാമെന്നും അറിയിച്ചതായാണ് സൂചന. എന്നാൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചർച്ചയ്ക്കെത്തി എന്ന് ഗവർണർ ചോദിച്ചു. ഡിജിറ്റൽ VC-യായി സജി ഗോപിനാഥിനെ എന്തുകൊണ്ട് എതിർക്കുന്നുവെന്ന് ഗവർണർ വിശദീകരിച്ചു. സജി ഗോപിനാഥിനോടുള്ള എതിർപ്പ് വിശദമാക്കി മുഖ്യമന്ത്രിക്ക് രേഖകളടക്കം നൽകിയിട്ടുണ്ടെന്നും പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ താൽപര്യമില്ലെന്നും ഗവർണർ അറിയിച്ചതായാണ് വിവരം. സർക്കാർ മുൻകൈയെടുത്താണ് ചർച്ച നടത്തിയതെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും ചർച്ച തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും. അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. അതിപ്പോൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതല്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടുകൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. VC നിയമനത്തിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി നേരിട്ട് ഈ 2 സർവകലാശാലകളിലും VC-മാരെ നിയമിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നാളെ സുപ്രീം കോടതിയിൽ ഈ വിഷയം വരുമ്പോഴായിരിക്കും അത് വിശദീകരിക്കാൻ സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിലെ വിധി പ്രഖ്യാപനത്തിന് മുൻപ് ചോർന്നു എന്ന ആരോപണത്തിൽ അഭിഭാഷക അസോസിയേഷനിൽ ഭിന്നത. ഊമക്കത്ത് ലഭിച്ചതിന്റെ പേരിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയ അസോസിയേഷൻ പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ഇന്നിപ്പോൾ രംഗത്ത് വന്നത്. അഭിഭാഷക വിധി ചോർന്നു എന്ന ആരോപണത്തെ അഭിഭാഷകരിൽ ചിലർ പിന്തുണയ്ക്കുന്നത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് അസോസിയേഷൻ അംഗങ്ങൾക്കിടയിൽ നിന്ന് വിമർശനവും ഉയർന്നിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നും ദിലീപ് അടക്കം മറ്റ് പ്രതികൾ വിട്ടയക്കപ്പെടുമെന്നും സൂചിപ്പിച്ച് ഊമക്കത്ത് ലഭിച്ചതായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരുന്നു. കേസിൽ വിധി വരും മുൻപ് ചോർന്നെന്ന ആരോപണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നായിരുന്നു യശ്വന്ത് ഷേണായി കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെ തള്ളിയാണ് അഭിഭാഷക അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റിന്റെ നടപടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെയാണെന്നും ഇത് അനുചിതമാണെന്നും ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വിലയിരുത്തി. അസോസിയേഷൻ പ്രസിഡന്റ് നൽകിയ കത്ത് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിൽ ആയതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടതില്ലെന്നുമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം. ഇതിനിടെ അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിന്റെ നടപടിയെ പരസ്യമായി വിമർശിച്ച് അസോസിയേഷൻ അംഗങ്ങളിൽ തന്നെ ചിലർ രംഗത്തെത്തുകയും ചെയ്തു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ 6 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടും. പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് വെള്ളിയാഴ്ച കോടതിയിൽ ആവശ്യപ്പെടാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി വ്യക്തികളും സംഘടനകളും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിലും നിറയുകയാണ്. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ സ്ത്രീ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവൾക്കൊപ്പം എന്ന പ്രതിഷേധ പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. അതിജീവിതയ്ക്കൊപ്പമുണ്ട് ഞങ്ങൾ. അവൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അവളൊരാശയമാണ്, സത്യമാണ്, പോരാട്ടമാണ്.
അവളുടെ പേര് നീതി എന്നാണ്. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ്സിൽ പങ്കെടുത്ത CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണിത്. സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഒരു ചോദ്യം പൊന്തി വരും. നിങ്ങൾ ആരുടെ എന്ന ചോദ്യം. ആ ചോദ്യം നല്ലവൻ ഇപ്പോൾ കേരളം കേൾക്കുന്നുണ്ട്. പതരാതെയും ഈ സമൂഹം പറയുന്നുണ്ട്, നമ്മൾ അവൾക്കൊപ്പമാണ്. ഞാനെല്ലാം ചേർത്തുകൊണ്ട് വീണ്ടും പറയുകയാണ്, അവൾ ഒരാളല്ലേ അല്ല, അവൾ ഞാനാണ്, നീയാണ്, നമ്മളാണ്, സമൂഹമാണ്. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുക എന്നത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ദൗത്യവുമാണെന്ന് R. പാർവതി ദേവി പറഞ്ഞു. പ്രതിഷേധ ജ്വാല കൊളുത്തി അതിജീവിതയ്ക്കൊപ്പമുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണെന്നും പാർവതി ദേവി കൂട്ടിച്ചേർത്തു. അതിജീവിത ഒറ്റയ്ക്കല്ല, കേരളമാകെ ഒറ്റക്കെട്ടായി അതിജീവിതയ്ക്കൊപ്പമുണ്ട്. അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ഉറപ്പാക്കുക എന്നത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യവും ദൗത്യവുമാണ്. പരിപാടിയിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞയും ചൊല്ലി. ഗൂഢാലോചന വീരനെ ഞങ്ങൾ ബഹിഷ്കരിക്കും. WCC സ്ഥാപക അംഗങ്ങളിലൊരാളും ചിത്രസംയോജകയുമായ ബീന പോൾ അടക്കമുള്ളവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി. നടൻ ദിലീപിന് നീതി ലഭിച്ചെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് DYFI സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിച്ചു. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അടൂർ പ്രകാശിന്റെ കോലവും കത്തിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇൻഡിഗോ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഡൽഹി ഹൈക്കോടതി. പ്രതിസന്ധി ഇത്രയും രൂക്ഷമാകുന്നതുവരെ എന്തുകൊണ്ട് ഇടപെടാൻ വൈകി എന്നാണ് കോടതി ചോദിച്ചത്. വിമാന കമ്പനികൾ ഉത്തരവുകളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും നൽകി. ഇന്നും വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. 220 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ഇൻഡിഗോ സർവീസ് പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനോട് ഒട്ടേറെ ചോദ്യങ്ങളാണ് ഡൽഹി ഹൈക്കോടതി ചോദിച്ചത്. പ്രതിസന്ധി രൂക്ഷമാകും വരെ ഇടപെടാൻ വൈകിയത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു. വ്യോമയാന പ്രതിസന്ധി രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കില്ലേ എന്നും ചോദ്യമുയർന്നു. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ കേന്ദ്രം അനുവദിച്ചെന്നും പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം മാത്രമാണ് നടപടികൾ എടുത്തത് എന്നും കോടതി വിമർശിച്ചു. യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള വ്യവസ്ഥകൾ ഇൻഡിഗോ കർശനമായി പാലിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റിന് 40,000 രൂപ വരെ ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. വിമാന കമ്പനികൾ ഉത്തരവുകളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. വ്യോമയാന മന്ത്രാലയവും DGCAയും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രതിസന്ധിയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഇന്നും ഇൻഡിഗോ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. 220 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളാണ് കൂടുതലായും റദ്ദാക്കിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ രേഖകൾ EDക്ക് കൈമാറുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ച് സംസ്ഥാന സർക്കാർ. വിജിലൻസ് കോടതിയിലെ ED അപേക്ഷയിൽ എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ SITക്ക് സാവകാശം വേണമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അപേക്ഷ പരിഗണിക്കുന്നത് 17-ാം തീയതിയിലേക്ക് വീണ്ടും മാറ്റി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായാണ് EDയുടെ കണ്ടെത്തൽ. അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ED കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേസിന്റെ FIR പകർപ്പുകളും റിമാൻഡ് റിപ്പോർട്ടുകളും അടക്കം ആവശ്യപ്പെട്ട ED അഭിഭാഷകൻ അഡ്വക്കേറ്റ് MJ സന്തോഷ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ശബരിമലയിലേക്ക് ED അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പലവിധ കാരണങ്ങൾ പറഞ്ഞാണ് അന്വേഷണത്തിന് തടയിടുന്നത്. രേഖകൾ കൈമാറുന്നതിൽ എതിർവാദമുണ്ട് എന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് അപേക്ഷ പരിഗണിക്കുന്നത് ആദ്യം മാറ്റിവെച്ചത്. എന്നാൽ രേഖാമൂലം എതിർപ്പറിയിക്കാൻ SITക്ക് കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് അപേക്ഷ പരിഗണിക്കുന്നത് 17-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. ED അന്വേഷണം ആരംഭിച്ചാൽ മന്ത്രിമാർക്കടക്കം കുരുക്ക് വീഴുമോ എന്നതാണ് സർക്കാരിന്റെ ആശങ്ക. നിലവിൽ SIT അന്വേഷണം മതി എന്നതാണ് വാദം. 17-ാം തീയതിയും രേഖകൾ കൈമാറുന്നതിൽ തീരുമാനമായില്ല എങ്കിൽ ED മറ്റ് നടപടികളിലേക്ക് കടക്കും. നിലവിൽ 6 പേരാണ് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. മുൻ MLAയും ദേവസ്വം മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറിൽ വരെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. 12-ാം തീയതി പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജിയിലും വിജിലൻസ് കോടതി വിധി പറയും. അമൃത ന്യൂസ്, കൊല്ലം.
മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് തയ്യാറെന്നും പിണറായി വിജയൻ എട്ടുകാലി മുമ്മൂഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ശബരിമലയിലെ സ്വർണം കോടീശ്വരന് വിറ്റു എന്ന് ആദ്യം പറഞ്ഞത് താനാണ്. തിരഞ്ഞെടുപ്പ് കഴിയും വരെ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ സർക്കാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ശശി തരൂരിന് സവർക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചതിനോടുള്ള ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. കൈകൂപ്പുക മാത്രമാണ് ചെയ്തത്. ശബരിമലയിൽ ദർശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. ശബരിമല കേരളം മുഴുവൻ, കേരളത്തിലെ വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും CPMന്റെ സമുന്നതരായ നേതാക്കളും ജയിലിലാണ്. അതിൻ്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നമുക്കതിനകത്ത് പൂർണ്ണമായ വിശ്വാസമുണ്ട്. പക്ഷേ ആ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുകയാണ്. കാരണം മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഈ തെരഞ്ഞെടുപ്പ് വരെ അത് മാറ്റിവെക്കണമെന്നുള്ള സമ്മർദ്ദം SITയുടെ മീതെ ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളെ CPM പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. ജയിലിലായവരെ പാർട്ടി പുറത്താക്കാത്തത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുമെന്ന ഭയം കാരണമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ ജില്ലകളിൽ പോളിംഗ് വർധനവുണ്ടാകാത്തത് വോട്ടർ പട്ടികയിലെ അപാകതയും വാർഡ് കീറി മുറിച്ചുള്ള വിഭജനവും തിരിച്ചടിയായതുകൊണ്ടാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പിന് ചർച്ചാ വിഷയമാകും. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതാക്കന്മാരും അഖിലേന്ത്യാ സെക്രട്ടറിയും മൗനം പാലിക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജയിലിൽ കിടക്കുന്ന സഹാക്കൾക്ക് സംരക്ഷണം നൽകുന്നത് അവരെ പിണങ്ങിയാൽ അവർ കൂടുതൽ പേരുകൾ പറയും. അത് CPM നേതൃത്വത്തിൻ്റെ മുഖം കൂടുതൽ വികൃതമാക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും അവരുടെ സംരക്ഷകരായിട്ട് പരസ്പര ധാരണയിലാണ് CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ കേസുള്ളതിനാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോകണം എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. മൊഴിയെടുക്കാൻ പറ്റുന്ന തീയതി എന്നാണെന്ന് പിന്നീട് അറിയിക്കാമെന്നും SIT പറഞ്ഞു. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് മൊഴിയെടുക്കുമെന്ന് അറിയിച്ചിരുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട മൊഴി നൽകാൻ തയ്യാറാണെന്ന് ചെന്നിത്തലയാണ് SITയെ അറിയിച്ചത്. ഇഞ്ചക്കല്ലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി മൊഴി നൽകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയിലേക്ക് പോകേണ്ടതിനാൽ ഇന്ന് മൊഴിയെടുക്കില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയിൽ നിന്നും മൊഴിയെടുക്കാൻ പറ്റുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്നും SIT അറിയിച്ചിട്ടുണ്ട്. സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ പുരാവസ്തുവായി വിറ്റു എന്നാണ് ഒരു വ്യവസായി തന്നോട് പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത്രയും പ്രമാദമായ കേസാവുമ്പോൾ കിട്ടിയ വിവരം ഒതുക്കി വെക്കുന്നത് ശരിയല്ലെന്ന് തനിക്ക് തോന്നിയെന്നും ചെന്നിത്തല വ്യക്തമാക്കി. SITയോട് ഈ കാര്യങ്ങളെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് അവർ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ അത് ഞാൻ അറിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതി. തന്നെയുമല്ല, ഇത്രയും പ്രമാദമായ ഒരു കേസാവുമ്പോൾ നമ്മൾ ആ കിട്ടിയ വിവരം സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അദ്ദേഹത്തെ വിളിച്ച് അവർ ചോദ്യം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം പറയാം എന്നാണ് പറഞ്ഞത്. നിലവിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെടുത്താതെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് SIT എന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. 3ാം സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ അർജന്റീനയെ 4-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ വെങ്കല നേട്ടം. പ്രാഥമിക റൗണ്ടിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് സെമിയിലേക്ക് കടന്നത്. സെമി ഫൈനലിൽ ഇന്ത്യ ജർമ്മനിയോട് പരാജയപ്പെട്ടിരുന്നു. മലയാളിയായ PR ശ്രീജിഷാണ് ഇന്ത്യയുടെ ഹോക്കി ടീമിന്റെ പരിശീലകൻ.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം T20 മത്സരം നാളെ മുള്ളൻപൂരിൽ നടക്കും. ആദ്യ മത്സരത്തിൽ വമ്പൻ ജയം നേടിയ ഇന്ത്യ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 1-0 മുന്നിലാണ്. ആദ്യ മത്സരത്തിൽ 101 റൺസിന്റെ കൂറ്റൻ ജയം നേടിയെങ്കിലും മുൻനിര ബാറ്റർമാരുടെ പ്രകടനം ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ മുൻനിര തകർന്നടിഞ്ഞപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് മികവാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്.